കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ ആനുകൂല്യങ്ങളും ഇനി ആധാർ വഴിയാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് പുതുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വന്നിരിക്കുകയാണ്. നമ്മളുടെ ആധാർ കാർഡ് കിട്ടിയിട്ട് 10 വർഷം ആയിട്ടുണ്ടെങ്കിൽ അഥവാ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് പുതുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലാണ്. മാർച്ച് മാസം 14 വരെ സൗജന്യമായിട്ട് നമുക്ക് തന്നെ പുതുക്കിയെടുക്കാൻ കഴിയും. വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. മൈ ആധാർ എന്ന് പറയുന്ന പ്രത്യേക ഓപ്ഷൻ അത് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് പുതുക്കൽ നിർവഹിക്കേണ്ടതാണ്. ഇങ്ങനെ നമുക്ക് സൗജന്യമായിട്ട് പുതുക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് ഇവയൊക്കെ തെളിയിക്കുന്ന രേഖകളായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് സൗജന്യമായി നമ്മൾ പുതുക്കൽ നിർവഹിച്ചാൽ ചിലപ്പോൾ ചില തെറ്റുകൾ വന്നെന്നിരിക്കാം. ഇങ്ങനെ തെറ്റ് വരികയാണെങ്കിൽ ആധാർ പുതുക്കൽ പ്രക്രിയ നടന്നു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി പുതുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് റേഷൻ വാങ്ങാമെന്നുള്ള വമ്പൻ ഒരു ആനുകൂല്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ ചിലപ്പോൾ ഇനി OTP ഫോണിലേക്ക് എത്താതെ വരുന്ന സാഹചര്യവും ഉണ്ടാകും. ആധാർ കാർഡിലെ പേരിലും അഡ്രസ്സിലും ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റായിട്ട് ആധാർ പുതുക്കിയെടുക്കുക.